ഈ വിധിന്യായത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും പ്രതി കുറ്റം ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു തെളിവോ ഒരു സാഹചര്യമോ കോടതി ചൂണ്ടിക്കാണിക്കുന്നില്ല. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കാണ് അനുകൂലം, മറിച്ച് പ്രോസിക്യൂഷന് അല്ല. അന്വേഷണത്തിലെ അപാകതകളും ഈ പ്രോസിക്യൂഷൻ്റെ കഴിവുകേടുകളും ഒക്കെ പ്രതിയെ ശിക്ഷിക്കാനുള്ള കാരണമായിട്ടാണ് കോടതി എടുത്തു പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അന്നത്തെ പഴയ മന്ത്രി ശൈലജ ടീച്ചർ ഈ അതിജീവിതയുടെ ഭവനം സന്ദർശിച്ചു എന്നുള്ള കാരണവും ഈ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി കോടതി ഉപയോഗിക്കുകയാണ്. പ്രതിയെ ശിക്ഷിക്കാനായി കോടതി ആശ്രയിച്ചത് ചില സാക്ഷിമൊഴികളെ മാത്രം ആയിരുന്നു. സ്റ്റാർ വിറ്റ്നസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധിന്യായത്തിൻ്റെ 50ാമത്തെ ഖണ്ഡികയിൽ അതാരൊക്കെയാണെന്ന് കോടതി എടുത്തു പറയുന്നുമുണ്ട്. അതായത് ഈ അതിജീവിത, രണ്ടാമതായിട്ട് അതിജീവിതയുടെ അമ്മയുടെ ഇളയ സഹോദരിയുടെ മകളും ഈ കുട്ടിയുടെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നതുമായ മറ്റൊരു കുട്ടി, അടുത്തതായിട്ട് ഈ അതിജീവിതയുടെ മേൽപ്പറഞ്ഞ കുഞ്ഞമ്മ, നാലാമതായിട്ട് ഈ രണ്ട് കുട്ടികളുടെയും അമ്മാവനായ മറ്റൊരു വ്യക്തി, ഏറ്റവും അവസാനമായിട്ട് ഈ കേസിലെ ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടർ. ആ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അവരുടെ മൊഴിയോ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നതേ ഇല്ല. അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്.